ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചെന്നാൽ നമ്മൾ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സിനെ കുറിച്ചാണ്. അതായത് ഇത്തരം ഡോക്യുമെന്റ്സ് നമ്മൾ തീർച്ചയായിട്ടും അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകണം. അപ്പൊ നമുക്ക് വലിയ ഐഡിയ ഇല്ലാത്ത സമയമാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡോക്യുമെന്റ് ഒക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു സമയത്ത് വെപ്രാളപ്പെട്ട് പോവുക. അപ്പൊ നമ്മൾ ആ ഒരു സെന്ററിൽ എത്തുമ്പോഴായിരിക്കും അവർ ഈ ഡോക്യുമെന്റ് ഇല്ല, അല്ലെങ്കിൽ ഈ ഒരു മുദ്രപത്രം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ സമയത്ത് അവിടുന്ന് പാനിക്കാവും. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോ ഫുൾ കാണാൻ വേണ്ടി ശ്രമിക്കാം. കാണുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷൻ സമയമാവുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും ഈ എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങൾക്ക് ഒരു ഫയലിലാക്കി കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നീറ്റ് കണ്ടന്റ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം അവിടെയുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നിങ്ങൾ എടുത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് നീറ്റിന്റെ ഹോൾ ടിക്കറ്റ്, രണ്ട് നിങ്ങളുടെ നീറ്റിന്റെ സ്കോർ കാർഡ്, മൂന്ന് നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോ ആണ്. അപ്പൊ നീറ്റിന്റെ ഹോൾ ടിക്കറ്റ് അറിയാലോ, നമ്മൾ നീറ്റിന്റെ എക്സാം സെന്ററിൽ നമ്മൾ സൈൻ ചെയ്തിട്ട് കൊണ്ടുപോയിട്ടില്ലേ, ആ സാധനം. രണ്ടാമത് നമ്മൾ നീറ്റിന്റെ സ്കോർ കാർഡാണ്. സ്കോർ കാർഡ് നമുക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കുമല്ലോ, അത് കൊണ്ടുപോവുക. പിന്നെ നമുക്ക് ഇന്ന കോളേജിൽ കിട്ടി എന്ന് നമ്മൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അലോട്ട്മെന്റ് മെമ്മോ ഉണ്ടാവും, അതും സൈറ്റിലുണ്ടാവും. അപ്പൊ അതും കൂടി പ്രിന്റ് എടുത്തിട്ട് കൊണ്ടുപോകാം. അടുത്ത കാര്യം എന്ന് പറയുന്നത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. നമ്മൾ നീറ്റിന്റെ അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ നേറ്റിവിറ്റി അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പൊ ആ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി എന്തായാലും ഒരു 6 മാസത്തിന് മേലെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആ ഒരു സർട്ടിഫിക്കറ്റ് കൂടി കയ്യിൽ കരുതുക. അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫ് തെളിയിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവുക. പിന്നെ നിങ്ങൾ എന്തൊക്കെ ഒറിജിനൽ കൊണ്ടുപോകണമെങ്കിലും അതിന്റെ ഒക്കെ ഓരോരോ കോപ്പി എങ്കിലും നിങ്ങൾ എടുത്തു വെക്കാൻ ശ്രമിക്കുക. അല്ലാതെ മൾട്ടിപ്പിൾ കോപ്പി എടുത്തു വെക്കേണ്ട കാര്യം വേറെ ഉണ്ട്, അത് ഞാൻ ലേറ്റർ പറയാം. പക്ഷെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുന്ന സമയത്ത് ബർത്ത് സർട്ടിഫിക്കറ്റിന്റെയും 2 കോപ്പി എടുത്തു വെക്കുക. ഒറിജിനൽ നിങ്ങൾ ആ സെന്ററിലേക്ക് കൊണ്ടുപോവുക. ഇനി വരുന്ന കാര്യം 10ാം ക്ലാസ്സിലെ മാർക്ക് ഷീറ്റ്, +2ന്റെ മാർക്ക് ഷീറ്റ്, പിന്നെ നമ്മൾ സ്കൂളിൽ നിന്നും വരുന്നിട്ടുള്ള ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പം 10ാം ക്ലാസ്സിന്റെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ +2ന്റെ ഒക്കെ നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ലേ, അതാണ് നമ്മൾ അത് കോളേജുകാർ വാങ്ങിച്ചു വെക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ അത് എടുക്കുന്ന സമയത്ത് 10ഉം +2ഉം ഒക്കെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുമ്പോൾ ആ സർട്ടിഫിക്കറ്റിന്റെ ഒരു 4 കോപ്പിയെങ്കിലും നമ്മൾ ചില സമയത്ത് കോളേജ് കൊടുക്കണം. അപ്പൊ നിങ്ങൾ എന്താ 4 കൂടുതൽ കോപ്പി എടുത്ത് വെക്കുക. 4 കൂടുതൽ കോപ്പി എടുത്ത് വെച്ച ശേഷം ഒറിജിനൽ 4 കോപ്പിയെങ്കിലും നമ്മൾ നമ്മൾ ചേരുന്ന കോളേജ് അവർ മേടിച്ചു വെക്കും. അപ്പൊ പ്ലസ് നമ്മളെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ, അപ്പം നമ്മൾക്കാണോ കുറച്ചുകൂടെ അങ്ങോട്ട് എത്തുമ്പോൾ സ്കോളർഷിപ്പ് ഒക്കെ അപ്ലൈ ചെയ്യാനുണ്ടാവും. അപ്പൊ ആ സമയത്ത് എനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടായിരുന്നു, ഞാൻ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല എക്സ്ട്രാ. അപ്പൊ ആ സമയത്ത് വീണ്ടും ഞാൻ കോളേജിൽ റിക്വസ്റ്റ് കൊടുത്ത് എന്റെ സർട്ടിഫിക്കറ്റ് മേടിച്ച് കോപ്പി എടുക്കേണ്ട ഒക്കെ അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ അതിന് പകരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് പറഞ്ഞാല്, നിങ്ങൾ 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റും പ്ലസ് അതിന്റെ ഒരു 4 കോപ്പി കൂടുതലും എടുത്തു വെച്ചിട്ട് 4 കോപ്പി പ്ലസ് സർട്ടിഫിക്കറ്റ് നമ്മൾ കോളേജിന് കൊടുക്കേണ്ടതാണ്. കോപ്പി നമ്മളെ കയ്യിൽ വെക്കാം. കുറച്ച് 1-2 കോപ്പിയെങ്കിലും നമ്മളെ കയ്യിൽ വെക്കുക. ബാക്കി 4 കോപ്പിയും സർട്ടിഫിക്കറ്റ് നമ്മൾ കോളേജിന് കൊടുക്കേണ്ടി വരും. ഇത് തന്നെയാണ് +2 മാർക്ക് ലിസ്റ്റിന്റെ കാര്യം. +2 മാർക്ക് ലിസ്റ്റും പ്ലസ് ഒരു 4 കോപ്പി നമ്മൾ കോളേജിന് കൊടുക്കണം. അതുകൂടാതെ നമ്മളെ കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ കോപ്പീസ് എടുത്ത് വെക്കുക. പിന്നിട്ടുള്ള ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആണ്. അതെന്ന് പറയാൻ നമ്മൾ +2 പഠിച്ചിട്ടുള്ള സ്കൂളിൽ നിന്ന് മേടിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളും നമ്മൾ ബേസിക് ആയിട്ട് കൊണ്ടുപോകണം. ഇനി എന്തൊക്കെയാന്ന് നോക്കാം. ഇനി വേണ്ടത് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ആണ്. രണ്ടാമത് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഒരു രജിസ്റ്റേർഡ് ഗസ്റ്റഡ് ഓഫീസേഴ്സിനെ കൊണ്ടിട്ട് നമ്മൾ സൈൻ ചെയ്യിക്കണം. അതായത് ഗവൺമെന്റ് മെഡിക്കൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുള്ള ഗസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്ടേഴ്സിനെ കൊണ്ടാണ് നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മൾ അറ്റസ്റ്റ് ചെയ്യിക്കേണ്ടത്. അപ്പൊ അതിന്റെ ഒരു പെർഫോമ ഉണ്ട്. പെർഫോമ ഞാൻ ഇവിടെ കൊടുക്കാം. ഇതാണ് നമ്മുടെ പെർഫോമ വരുന്നത്. അപ്പം ഇത് നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ എനിക്ക് ഇതിന്റെ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഒരു സൈറ്റിൽ കയറി ഈ ഒരു പെർഫോമ എടുത്താൽ മതി. അടുത്തത് വരുന്നത് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഇതിന്റെയും പെർഫോമയും നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പം അത് എടുത്തതിന് ശേഷം വാക്സിൻസ് എടുക്കാതെ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ള വാക്സിൻ ആണെങ്കിൽ ജസ്റ്റ് അറ്റസ്റ്റ് ചെയ്യിച്ചാൽ മാത്രം മതി. അതും നമ്മൾ ഗസ്റ്റഡ് ഓഫീസറിനെ കൊണ്ട്, അതായത് മെഡിക്കൽ ഗസ്റ്റഡ് ഓഫീസറിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യണം.
അത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനെ കൊണ്ട്. അപ്പൊ നമ്മൾ എടുക്കേണ്ടത് MMR-ഉം ചിക്കൻ പോക്സും ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ ആണ്. അപ്പം മാൻഡേറ്ററി ആണോ എന്ന് ചോദിച്ചാൽ ചില കോളേജിൽ അത് ഭയങ്കര മാൻഡേറ്ററി ആണ്. ഞാൻ അത് എടുത്തിട്ടുണ്ട്. പക്ഷെ എന്റെ കൂടെയുള്ള കുറെ പേരൊന്നും എടുത്തിട്ടില്ല. അപ്പൊ എന്റെ കോളേജ് അത്ര മാൻഡേറ്ററി ആയിരുന്നില്ല. പക്ഷെ മാൻഡേറ്ററിക്ക് പുറമെ അത് എടുക്കേണ്ടത് നമ്മുടെ സേഫ്റ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. കാരണം നമ്മൾ പോകുന്ന ഒരു മെഡിക്കൽ കോളേജിലാണ്, അവിടെ പലതരത്തിലുള്ള രോഗികളൊക്കെ വരും. അപ്പൊ നമുക്ക് ഇത്തിരി എക്സ്പോഷർ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ എടുക്കേണ്ട നമ്മളുടെ ഒരു ആവശ്യം കൂടിയാണ്. സോ അത് എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ നിങ്ങൾ ഓൾറെഡി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും എടുക്കണ്ട. ആ എടുത്ത് നമ്മുടെ ഒരു കാർഡ് കാണിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് അറ്റസ്റ്റ് ചെയ്താൽ മതി. എടുത്തിട്ടില്ല എങ്കിൽ ഈ 3 വാക്സിൻസും എടുത്തതിന് ശേഷം ഗസ്റ്റഡ് ഓഫീസേഴ്സിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അടുത്തത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് ചില കുട്ടികൾ ഏതെങ്കിലുമൊക്കെ കോഴ്സിന്, ഡിഗ്രി കോഴ്സിനൊക്കെ ഓൾറെഡി അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവുമല്ലോ. കാരണം ഇതിന് മാർക്ക് കുറവാണ് അല്ലെങ്കിൽ കിട്ടാൻ ചാൻസ് ഇല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഓൾറെഡി എവിടെയെങ്കിലുമൊക്കെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാകും. അപ്പം ആ അഡ്മിഷൻ ഇപ്പൊ നമ്മൾ അതിന് ക്യാൻസൽ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ കോളേജിലേക്ക് ചേരുന്നല്ലേ. അപ്പൊ നമ്മൾ ആ കോളേജിൽ നിന്ന് നമുക്ക് വേണ്ട മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും നമ്മളത് മേടിക്കണം. രണ്ട്, നമ്മുടെ ഒരു ID കാർഡാണ്. അതായത് ആധാറോ അല്ലെങ്കിൽ പാസ്പോർട്ടോ അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ കരുതണം. പ്ലസ് അതിന്റെയൊക്കെ കോപ്പിയും കരുതണം. അത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ്. അത് എല്ലാവർക്കും വേണ്ട. ഈ റിസർവേഷൻ കാറ്റഗറി ആയിട്ടുള്ള SC ST EWS കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഇത്തരം സർട്ടിഫിക്കറ്റ്സും കൂടി ഹാജരാക്കേണ്ടതുണ്ട്. അടുത്തതെന്ന് പറയുന്നത് സ്റ്റാമ്പ് പേപ്പർ ബോണ്ട് ആണ്. അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട എന്താന്ന് പറഞ്ഞാല് കുറെ പേര് മുദ്രപത്രം മേടിച്ചിട്ടല്ല വരിക. അത് ശരിക്കും വേണം മേടിക്കണം. കാരണം നമുക്ക് ഇവിടെ കോളേജിൽ കുറെ ബോണ്ട് എഴുതി കൊടുക്കാനുണ്ട്. ബോണ്ട് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ നമ്മള് അവസർജന ഇവിടെ ചെയ്യണം. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഈ കോഴ്സ് നമ്മൾ പകുതിക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ ഇവർക്ക് വേണ്ട കോമ്പൻസേഷൻ നമ്മൾ കൊടുക്കണം. കാരണം നമ്മൾ ഒരു കുട്ടീന്റെ സീറ്റ് ആണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ പകുതിക്ക് കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇവർക്ക് ആ നഷ്ടമായിരിക്കില്ല. അപ്പൊ നമ്മൾ അതിന് കോമ്പൻസേഷൻ അവർ ചോദിക്കുന്ന കൊടുക്കാം എന്ന രീതിയിലാണ് നമ്മൾ അത് ബോണ്ടൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിനൊക്കെ മുദ്രപത്രം മേടിക്കണം. അപ്പൊ അത് എത്ര വേണമെന്ന് ജസ്റ്റ് കോളേജിലൊന്ന് വിളിച്ചു നോക്കുക. ഓരോരോ കോളേജിന് ഓരോ രീതിയിൽ ആവാനുള്ള ചാൻസ് ഉള്ളത്. കാരണം എനിക്ക് എന്റെ കോളേജ് മേടിച്ച മുദ്രപത്രത്തിന്റെ നമ്പർ ആയിരുന്നില്ല വേറെ കോളേജ് മേടിച്ചിട്ടുള്ളത്. അപ്പം അത് എത്ര രൂപേന്റെ ഒക്കെ കണക്കുണ്ടാവും. അപ്പൊ അത് എത്രയൊക്കെ നിങ്ങൾ ജസ്റ്റ് വിളിച്ചു നോക്കുക. നിങ്ങൾക്ക് ഒരു കോളേജ് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാല് അപ്പം മറക്കാതെ അത് മേടിക്കാനും ശ്രമിക്കുക. കാരണം നമ്മളൊരു കോളേജ്, എല്ലാ മെഡിക്കൽ കോളേജും ടൗണിലൊന്നും അല്ല. ചില മെഡിക്കൽ കോളേജ് കുന്നിന്റെ മണ്ടക്കൊക്കെ ആയിരിക്കും. അപ്പം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പെട്ടെന്ന് മുദ്രപത്രം വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് പോയി മേടിക്കാനൊന്നുള്ള ഒരു ആക്സസിബിലിറ്റി ഉണ്ടാവില്ല. അപ്പം അത് നിർബന്ധമായിട്ട് മറക്കാതെ കൊണ്ടുപോകണം. അത് എത്ര വേണം നിങ്ങൾ കിട്ടുന്ന കോളേജിൽ വിളിച്ച് ചോദിച്ച് അന്വേഷിക്കുക. ഇത് ട്യൂഷൻ ഫീ റെസിപ്റ്റ് ആണ്. അതായത് നമ്മളിപ്പം ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഫീ അടയ്ക്കുന്നത് പകുതി ഗവൺമെന്റിന്, പകുതി നമ്മൾ പഠിക്കുന്ന കോളേജിനുമാണ്. അപ്പൊ നമ്മൾ ഗവൺമെന്റ് ഫീസ് അടയ്ക്കുന്നത് മിക്കതും നമ്മൾ ചലാൻ വഴി അല്ലെങ്കിൽ ഞാനാണെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയൊക്കെയാണ് അടച്ചിട്ടുള്ളത്. അപ്പം ആ അടച്ചിട്ടുള്ള റെസിപ്റ്റ്, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ച വർഷം 6.5 ലക്ഷമാണ്. അതിന്റെ നേർപകുതി ഞാൻ അടച്ചിട്ടുള്ളത് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഗവൺമെന്റിലേക്ക് അടച്ചിട്ടുണ്ട്. ഇനി ബാക്കി പകുതിയാണ് ഞാൻ ഇവിടെ വന്ന് അടച്ചത്. അപ്പൊ ആദ്യം അടച്ചതിന്റെ പകുതിന്റെ റെസിപ്റ്റ് ആണ് ഞാൻ ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പം അതും കൂടി മറക്കാതെ കൊണ്ടുവരിക. രണ്ടാമത് വേണ്ട നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ അത് മിനിമം ഒരു 12 എണ്ണെങ്കിലും കയ്യിൽ കരുതുക. കാരണം ഒരുവിധ എല്ലാ പേജിലും നമ്മുടെ ഫോട്ടോ, നമ്മുടെ സ്റ്റാമ്പ്, സിഗ്നേച്ചർ ഒക്കെ നമ്മൾ ചെയ്യാനുണ്ട്. അപ്പം മാക്സിമം നമ്പർ ഓഫ് ഫോട്ടോസ് നമ്മൾ കൊണ്ടുവരാം. ഒരു 12 എണ്ണം കൊണ്ടുവന്നാൽ അത് കുറവാന്നേ പറയുള്ളൂ. ഒരു 12 എണ്ണം മിനിമം എങ്കിലും കൊണ്ടുവരണം. കാരണം അത്രയും ഫോട്ടോസ് നമുക്ക് ഒട്ടിക്കാനുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട്. നമ്മുടെ സ്പെഷ്യൽ കാറ്റഗറിയിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളെങ്കിൽ, അതായത് സ്പോർട്സ് അല്ലെങ്കിൽ എക്സ് സർവീസ് അല്ലെങ്കിൽ ഇപ്പൊ ചില നഴ്സിങ്ങിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി റിസർവേഷൻ കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റ്, നമ്മുടെ സ്പോർട്സ് സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിത്ത് ഒറിജിനൽ ആൻഡ് ഫോട്ടോ കോപ്പി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. ഏറെക്കുറെ ഇത്രയാണ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങള്. അപ്പം ഇത് കൂടാതെ എന്തെങ്കിലും പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് വീണ്ടും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാനും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഒരു ഫയലിലാക്കി വെക്കുക. ആ സമയത്ത് നമ്മൾ ഭയങ്കര വെപ്രാളപ്പെട്ട് ഇതിന്റെ പുറകെ ഇങ്ങനെ ഓടണ്ട. അപ്പം ഇപ്പോഴേ നമ്മൾ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, വാക്സിൻ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇപ്പോഴേ ഉണ്ടാക്കി വെക്കുക. ആ സമയത്ത് നമുക്കിത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് പേഴ്സണൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ എന്റെ
ID എന്തോ എവിടെയൊക്കെയോ എന്റെ ഇൻസ്റ്റ ID ഉണ്ട് എന്ന് തോന്നുന്നു. കാരണം കുറെ കുട്ടികൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ പേഴ്സണലി മെസ്സേജ് അയക്കാം. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ റിപ്ലൈ തരും. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറിച്ച് വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതും കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.